കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് തൻ്റെ മുന്നിലുള്ള വാതിലിലൂടെ കേരള നിയമസഭ പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോകുക എന്നുള്ള ഒറ്റ വഴി മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ളത്. വി.ഡി. സതീശൻ ഇന്ന് പറയുകയാണ്, ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം തുറന്നു പറയണമെന്നാണ്. എടോ വി.ഡി. സതീശ, തൻ്റെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിൽ ഈ പിണറായി വിജയൻ ഇങ്ങനെ സുഖിച്ചു വാഴുന്നത്. തനിക്ക് നട്ടലുണ്ടായിരുന്നുവെങ്കിൽ വി.ഡി. സതീശനും വി.ഡി. സതീശന്റെ പാർട്ടിക്കാർക്കും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യുന്ന ഈ വൃത്തികേടുകളെ കുറിച്ചെല്ലാം ബോധ്യമുണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് തണലൊരുക്കുന്ന പരിപാടിയുമായിട്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുന്നോട്ട് പോകുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിച്ചു മറുപടി പറഞ്ഞാലും കരഞ്ഞിട്ട് മറുപടി പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് അതിനെ ഒരു വിഷയമേ അല്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി, കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കള്ളന്മാരുടെ നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതും ബോധ്യമായി. ഇവിടത്തെ പാവപ്പെട്ട കുട്ടികൾ, അതിൽ മുസ്ലിം ഉണ്ടോ? മയക്കുമരുന്നിന്റെ മുന്നിൽ മുസ്ലിം ഉണ്ടോ? ക്രിസ്ത്യാനി ഉണ്ടോ? ഹിന്ദു ഉണ്ടോ? ഇവിടെ അമ്മ പ്രസവിച്ച, ഉമ്മ പ്രസവിച്ച, അമ്മച്ചിമാർ പ്രസവിച്ച കുട്ടികളുടെ സിരകളിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കി കൊടുത്തുകൊണ്ട് മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ട് ജീവിതമാർഗത്തിന് വേണ്ടി പണം സമ്പാദിച്ച് അതും നാട്ടിലേക്ക് അയക്കുന്ന എത്ര മുസൽമാന്മാരുടെ വീടുകൾക്കകത്തിരിക്കുന്ന കുട്ടികൾ ഈ മയക്കുമരുന്ന് ലോബിയുടെ അടിമകളായിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പം നിങ്ങൾ തുറന്നു പറഞ്ഞല്ലോ. എന്തേ നിങ്ങൾ ഇതിന് മുൻപത് തയ്യാറാവാതിരുന്നത്? ഈ കേരളം എന്റെയും നിങ്ങളുടെയും ഭാവി തലമുറയെ തകർത്തെറിയുന്ന രീതിയിൽ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ പിടിയിലായിട്ടും എന്തുകൊണ്ടാണ് ഈ മാഫിയകളെ നിയന്ത്രിച്ചു നിർത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കാത്തത് എന്ന് അൻവർ പറയുകയാണ്.